അവനെ കൊന്നു കളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിസ്സാരക്കാരനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അറിയുന്നത്. അവരത് ചെയ്തത് വെറുതെ ഇവിടെ ഒരു വാടക വണ്ടി നിമിത്തം ഉണ്ടായത് 2 കുടുംബങ്ങൾക്കുണ്ടായ സങ്കടമാണ്. നെയ്യാറ്റിൻകരയിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നമുക്കൊരു അന്വേഷണം നടത്താം. ഈ മകന് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊക്കെ അച്ഛനെ അറിയാമായിരുന്നു. എന്താണെന്ന് സംഭവിച്ചത്? അന്ന് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മകന് വൈകുന്നേരം അന്ന് എനിക്ക് BP ഒരു അസുഖമുണ്ട്, ഞാൻ ജോലിക്ക് പോയില്ല. ഞാൻ റൂമിലിരിക്കുകയായിരുന്നു. 5:30 അവനും ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞെന്തോ അവനും, ഞാൻ ഇടയ്ക്ക് ചോറും കഴിച്ചിട്ട് ഞാൻ കണ്ട സ്ഥലം ഉറങ്ങിയായിരുന്നു. ഉറക്കഴിച്ച് നോക്കുമ്പോൾ അവൻ സ്റ്റൂളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പം ചോറ് കഴിക്കാൻ നേരത്ത് ഞാൻ വേണ്ടി ചോദിച്ചു, ചോറെടുക്കട്ടെന്ന് വെച്ചാൽ വേണ്ട അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. കഴിച്ചിട്ടില്ല പിന്നീട്. പിന്നെ അത് കഴിഞ്ഞൊരു 5:30 മണിയായപ്പോൾ ഫോൺ വന്നു. ആ ചേട്ടാ പറയണമെന്ന് പറഞ്ഞു അവൻ. 5:30 ആവണം. ആ ചേട്ടാ പറയണമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് അവൻ പോയി. പിന്നെ നമ്മൾ മരണ വാർത്തയാണ് അറിയുന്നത്. എന്താണ് സംഭവിച്ചത് പോയതിന് ശേഷം? പക്ഷെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എന്തോ പൈസ ഇടപാടോ. ഇയാൾ നമ്മുടെ കുട്ടിയുടെ അച്ഛൻ ഒരു വണ്ടി എടുത്തു കൊടുത്തു. വിവാഹം കഴിക്കാൻ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു വണ്ടി എടുത്തു കൊടുത്തു. അത് ഫിനാൻസിലാണ്. അപ്പോൾ അതിൻ്റെ ഇവന് എന്തോ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് അപ്പോൾ ഒരു വീടെന്തോ നമുക്ക് വീട് മാറാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ പൈസ ശരിയായില്ല, അത് ശരിയാകുമ്പോൾ നമുക്ക് അഡ്വാൻസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്നാണ് അദ്ദേഹം എന്നോട് ഈ വിവരം പറയുന്നത്. 20,000 രൂപയ്ക്ക് വണ്ടി പണയം ഇട്ടു, 10,000 രൂപ കൊടുത്തു, 10,000 രൂപ ഇനി കൊടുക്കാനുണ്ട്. അപ്പോൾ ആ പൈസ വാങ്ങാനായിരിക്കും ഇവൻ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും അതാണ് ആലോചിക്കുന്നത്. 10,000 രൂപ ഇവൻ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ധരിച്ചിരുന്നത് ഇവൻ 10,000 രൂപ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ യാഥാർത്ഥ്യം. കമ്മീഷൻ വ്യവസ്ഥയിൽ എന്തെങ്കിലും സംഭവമായതുകൊണ്ട് പറ്റുകയാണോ? അല്ല ഇവരൊക്കെ നേരത്തെ കാണുന്ന ആൾക്കാരായിരുന്നു. ഈ ജിബിൻ എന്ന് പറയുന്ന ഇതിനകത്തെ 1-ാം പ്രതിയെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ആ ഫോട്ടോ കണ്ടില്ല. പത്രത്തിലുള്ള ഫോട്ടോ ഞാൻ കണ്ടില്ല. കണ്ടിട്ടുണ്ട്. ജിബിനും എല്ലാം കൂടെ ചേർന്ന് മോനെ അവിടെ വിളിച്ചു വരുത്തി. എന്നിട്ടാണ് ഇങ്ങനെ വെട്ടിക്കൊന്നത്. അത്ര ക്രൂരമായി ചെയ്തൊരു കേസാണത്. സന്ധ്യയ്ക്ക് ആണ് സംഭവിച്ചത്. അതെ, സന്ധ്യയ്ക്ക് ഒരു 6:30-6:45 മണിയാവും. അതായത് നിഷ്ഠൂരമായി ആദിത്യനെ വെട്ടി കൊല്ലുന്നത് കണ്ട ഒരാളിപ്പോൾ ഹോസ്പിറ്റലാണ്. അയാൾ രാജീവ് എന്നാണ് അയാളെ പേരെന്നും പറഞ്ഞു. അവരിവിടെ തിരക്കി വന്നു വീട്ടിൽ. ശരി. അപ്പോൾ അത്രയും നിഷ്ഠൂരമായിട്ടാണ് ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ആരും രക്ഷപ്പെടുത്താനൊന്നും ശ്രമിച്ചതായിട്ടൊന്നും അറിയില്ല. രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നെ കാറ് എന്ന് പറയുന്നത് ഒരു കാർ അവിടെ വീഴ്ചെന്ന് പറയുന്നു. അവർ രക്ഷപ്പെടുത്താനുള്ളൊരു ഓടി വന്നപ്പോഴത്തേക്കും ഇവർ ഓടിക്കളഞ്ഞു. അത് കാറെടുത്ത് ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അവർ കാറിനെ തകർത്തത്. ഈ കാറുമായി ബന്ധപ്പെട്ടൊരു മരണം ഞാൻ അറിഞ്ഞായിരുന്നു. അത് അത് വന്ന ഒരു പയ്യൻ്റെ അച്ഛൻ്റെ വകയായിരുന്നു കാറ്. അപ്പം അച്ഛൻ ഇതിൽ പങ്കുണ്ടോ? ഒരാളുടെ അച്ഛൻ്റെ വകയാണ്. അതെ, അച്ഛൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് എന്തായാലും ഒരുപക്ഷെ അയാൾ നിരപരാധിയായിരിക്കാം. അതുകൊണ്ടായിരിക്കും അയാൾ പേടിച്ച് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഒരു കാറ് കാരണം 2 കുടുംബമാണ് ഇപ്പോൾ വേദനിക്കുന്നത് അല്ലേ? 2 കുടുംബമല്ല, 3 കുടുംബം. ഒന്ന് എൻ്റെ കുടുംബം, ഒന്നവരെ കുടുംബം, ഒന്നവരെ കുടുംബം. അന്ന് ഈ സംഭവ സ്ഥലത്തേക്ക് ആദിത്യനോട് അഖിലാണ് കൂടെ പോയത്. അതെ. അഖിൽ പിന്നെ അതിനുശേഷം നിങ്ങളടുത്ത് വല്ലതും പറഞ്ഞിരുന്നു? ഇല്ല, അതിന് മുമ്പ് ഈ ആദിത്യൻ ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ ചേട്ടാ പറയൂ എന്ന് പറഞ്ഞു. ഞാനിതാ വരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു പയ്യൻ പറഞ്ഞത് അഖിലിൻ്റെ വീട്ടിൽ ആദിത്യൻ വണ്ടി കൊണ്ട് വച്ചിട്ട് ആദിത്യൻ അഖിലുമായിട്ടാണ് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അഖിലുമായിട്ട് അവിടെ പോയി കാര്യം കഴിഞ്ഞതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് അഖിലൂടെ വന്നിട്ടില്ല. എന്താണ് ചെയ്തത്? ആദിത്യനെ അവിടെ കൊണ്ടാക്കിയിട്ട് അഖില് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആദിത്യനെ ഒരു കെണിയിൽ കൊണ്ട് പെടുത്തിയിട്ട് അഖിലിന് അറിയാമായിരുന്നു ആദിത്യൻ മരണപ്പെടാൻ പോവുകയാണ്, ആദിത്യനെ കൊല്ലാൻ പോവുകയാണ്. കൊല്ലുന്ന ആൾക്കാരുടെ മുന്നിലേക്കാണ് ആദിത്യനെ കൊണ്ടെറിയുന്നത്. അതെ. അതിനുശേഷം അഖില് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഈ വീട് ഒരു മനസാക്ഷിയുള്ളവനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരേണ്ടതല്ലേ? എൻ്റെ കൂട്ടുകാരനാണ് ഇങ്ങനെ ഒരു ഇത് പറ്റിയത്, എനിക്കറിയില്ലായിരുന്നു, ഒന്ന് എന്നോട് പറയാമായിരുന്നല്ലോ
അവനെ ഞാൻ എൻ്റെ മോനെ പോലല്ലേ കരുതിയിട്ടുള്ളത്. ഇന്നുവരെയ്ക്കും അവനോട് ഞാനൊരു മോശമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ട് പോലുമില്ല. എൻ്റെ മോനെ കണ്ട് ചിരിക്കുന്നയാൾ കൂടുതൽ സ്നേഹത്തോടെയാണ് ഞാൻ അവനെ കണ്ടിട്ടുള്ളത്. പിന്നെ അവൻ അങ്ങനെ ആരെയും അങ്ങനെ ഇതുവഴിക്കാൻ പോണ കൂട്ടത്തിലുള്ളതുമല്ല. അവനെ കൊന്നവരെ വെറുതെ വിടലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിസ്സാരക്കാരനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അറിയുന്നത്. ഈ വീട് നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതിന് നമ്മൾ വേറെ വീട് മാറാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കാനുള്ള ഇതിനു വേണ്ടിയാണ് അവൻ വണ്ടി പണയം വെച്ച് പൈസ എടുക്കാനായിട്ട് അവൻ പോയത്. അപ്പം 10,000 രൂപ കൊടുത്ത് ബാക്കി പൈസ 2 ദിവസത്തിനകത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് വരുത്തുകയാണ് ചെയ്തത്. പോയ സമയത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എന്ന് രാവിലെ ഞാൻ എന്നെ കൊണ്ട് ഒന്നായപ്പോൾ അവൻ നേരത്തെ പോയി. എന്തിനാണ് പോകണമെന്നൊന്നും പറഞ്ഞിട്ട് നേരത്തെ പോകണം അമ്മയെന്ന് അച്ഛൻ കൊണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല. വിവാഹം ഉറപ്പിച്ച് വെച്ച കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതൊക്കെ അറിയാം? അവരുടെ എല്ലാ കാര്യം അങ്ങനെ കൂട്ടുകാർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇവൻ പഠിത്തം നിർത്തിയവൻ പപ്പട കമ്പനി നെല്ലുമുടാൻ പോകും. അങ്ങനെയാണ് ഈ ഇവരെ പറ്റിയുള്ള കൂട്ടൊക്കെ അവന് കിട്ടിയത്. വീട്ടിലങ്ങനെ വരില്ല. ഈ അഴുക്ക കൂട്ടുകെട്ട് അവിടെയാണ് അവന് കിട്ടിയത്. അങ്ങനെയാണ്. അല്ല ഇവരാരും എനിക്ക് ആ കൂട്ടുകാരൊന്നും എനിക്ക് അറിയുമില്ല. ഈ മൈക്രോ ഫിനാൻസ് ജോലി ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ പൈസ കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ പോയി വീടുകളിലൊക്കെ കയറി അങ്ങനെ ഹർഷായിട്ടൊക്കെ സംസാരിക്കുന്ന സ്വഭാവമുണ്ട്. അത്തരത്തിൽ കാണാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകവെല്ലാം അല്ല അങ്ങനെ അവൻ സംസാരിക്കും. എല്ലാവരും നല്ല രീതിയിൽ അവൻ സംസാരിക്കുള്ളൂ. ആരുടെ അങ്ങനെ സംസാരിക്കില്ല. ഈ മൈക്രോ ഫിനാൻസുകാരായിട്ട് പിന്നെ നിങ്ങൾ ബന്ധമെല്ലാം പെട്ടോ? അവരാണ് നിങ്ങളുടെ ഇല്ല നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. അവരാരും വന്നത് അന്വേഷിച്ചില്ല. ആരും കണ്ടില്ല. ആരും വന്നില്ല. ഒന്നും അന്വേഷിച്ചിട്ടുമില്ല. പൈസ ശരിയായിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അങ്ങനെയാണ് അവൻ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുക വേണിങ്ങനെ കാറിൽ വന്ന് കുത്തിയെന്നാണ് വാർത്തയും എല്ലാം. ഞങ്ങളിതൊന്നും അറിയില്ല. സംഭവിച്ചതൊന്നും അറിഞ്ഞില്ല. ഞാൻ പിന്നീടൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞത്. അല്ല ഇവൻ അങ്ങനെ ഒരു ഇതിന് പോകില്ല. എനിക്കറിയാം. ആരുടെയും ഇല്ല. എന്താവശ്യം വന്നാലും അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അവരാരും ദ്രോഹിക്കുന്ന മനസ്സല്ല ഇവന്. എല്ലാവർക്കും അവൻ സഹായം വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരനായിരുന്നാലും ശരി, സുഖമില്ലാതെ കിടന്നാലും റോഡിൽ കിടന്നാലും അവനെ രക്ഷപ്പെടാനേ അവൻ നോക്കുള്ളൂ. ഇവനെ ഇങ്ങനെ ആക്കി റോഡിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ല. ഇവന് ചെയ്തവരെ വെറുതെ ഇവിടെ ആക്രമി ആരായിരുന്നാലും കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കണം. ആദ്യത്തിനെ മരുമകനായി കിട്ടുന്നത് വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. ആദ്യത്തിനോ ഈ സാധാരണ വഴക്കിനോ പിടിക്കുകയൊക്കെ പോകുമായിരുന്നു? അങ്ങനെയൊന്നും പോകില്ല. അങ്ങനെ സുഖത്തിൽ അറിയില്ല. എങ്ങനെയാണെന്ന് അറിയില്ല. ബൈക്ക് പണയം വെച്ചെന്ന അറിവ് കാര്യം. ബൈക്ക് എടുത്തത് എൻ്റെ പേരിനാണ്. എൻ്റെ പാൻ കാർഡ് വാങ്ങിക്കുന്നതിന് മുമ്പ് മരുമകന് ബൈക്കൊക്കെ എടുത്ത് കൊടുത്തു? അല്ല കൊടുത്തല്ല, അവൻ്റെ പേര് എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ വേറൊരു വണ്ടിയുണ്ട്, അതുകൊണ്ട് പിന്നെ അതെടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ പാൻ കാർഡ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. പക്ഷേ ഇപ്പം വണ്ടി കാണാനില്ല. വണ്ടി നിലവിലില്ല. കാണാനില്ല. അപ്പോൾ എവിടെ വെച്ച വണ്ടിയിലല്ലേ അന്ന് പിന്നെ ഈ ചർച്ചയ്ക്ക് വെച്ച് ആ ജംഗ്ഷനിൽ പോകുന്നതൊക്കെ? അല്ല വേറെ വണ്ടി. അത് വേണ്ട. അവന് 2 വണ്ടിയുണ്ട്. പിന്നെ എന്തോ വീട് വാടകയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞാണ് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വണ്ടി പണയം വെച്ചെന്ന് പറഞ്ഞത്. താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇത് മാറാൻ വേണ്ടി അതിനാണ് പറഞ്ഞത്. വിവാഹം എത്ര നാളത്തേക്കാണ് ഇങ്ങനെ വെച്ചിട്ട് മാറ്റിയത്? അല്ല, ഇപ്പോൾ അടുത്ത മാസം ഡേറ്റ് കുറിക്കാൻ വേണ്ടി ഇരുന്നാണ്. ഇത്തരത്തിൽ ആദ്യത്തിൻ്റെ മരണം നിങ്ങൾക്കും മകൾക്കും എല്ലാം ഒരു വലിയ ഷോക്കായി പോയി. ഷോക്കെന്നൊരു ഷോക്കാണത്. ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെയൊന്നും. അല്ലേ? അതാ ജിതിന് അങ്ങനെ എന്തോ പറഞ്ഞ ഒരാൾ ഇതുപോലെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പ്രശ്നമാട്ടാ മക്കളെ പ്രശ്നമുണ്ട്, ഇതുപോലെ പൈസ കൊടുക്കാറുണ്ട് മുമ്പ്. ഇപ്പം അല്ല, അത് 2022 അങ്ങനെ ദൂരം നടത്തുന്നു. അപ്പോൾ പറഞ്ഞു അവനെ കൊന്നു കളയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ പൈസ തിരിച്ചു കൊടുത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചേട്ടനോടെ പോകുമ്പം ഒരു നെല്ലുമുടി വെച്ച് തലയൊക്കെ മുട്ടയടിച്ച ഒരാൾ പത്രത്തിൽ ഹോട്ടലിൽ അയാളെ കണ്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ ചേട്ടാ ആരേട്ടാ? അവന് അതെനിക്കറിയുന്നുള്ള ചേട്ടൻ എന്നോട്ട് കാണുന്നതിന് പേടിയാവണം, അതുകൊണ്ട് എനിക്കറിയുന്നുള്ള പയ്യൻ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അന്ന് ചേട്ടൻ മരിക്കേണ്ട അന്ന് ഞാൻ വൈകിട്ട് കണ്ട് 5 മണിക്ക് കുടങ്ങാൾ വെച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു പെട്ടെന്ന് കയറിപ്പോവും, പെട്ടെന്ന് വണ്ടിയിൽ കയറിപ്പോവും, വീട്ടിലെത്ത് 2 ദിവസത്തേക്ക് നടന്നൊന്നും പോകണ്ട, ബസ്സിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു. ഞാൻ ജോലി കഴിഞ്ഞ് നടന്നു ചേട്ടൻ കുടങ്ങാവളം നിൽക്കും ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ എന്തിനേട്ടൻ ഒരാവശ്യത്തിന് നിൽക്കുന്ന നീ മക്കളെ നീ വീട്ടിൽ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞു. ജിബിൻ ഞാൻ കണ്ടിട്ടില്ല, ഇവരൊന്നും കണ്ടില്ല. പക്ഷെ ആ ഫസ്റ്റ് കാണാൻ 2 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മുടിയില്ല മുട്ട അവരെ ഞാൻ കണ്ടിട്ടുണ്ട്.
മുൻപും കണ്ടിട്ടുണ്ട്. മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാട് അവരുമായിട്ട് ഉള്ളതായിട്ട് അവരുമായിട്ട് അങ്ങനെ ഇതില്ല. ഈ വണ്ടി എന്തെങ്കിലും കൂട്ടുകാരന്മാർക്ക് വണ്ടി പണം വെക്കാൻ അവിടെ കൂടെ പോകും. നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചത് ഇതൊക്കെയാണ്. 2 അച്ഛന്മാരുടെ കുടുംബം അവരിവിടെ ദുഃഖിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരച്ഛൻ ആത്മഹത്യ ചെയ്തു. അതും ദുഃഖകരമായ അവസ്ഥയാണ്. വട്ടിപ്പലിശയ്ക്ക് എടുക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട കാര്യം ഏറ്റവും ഒടുവിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്.